ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിയ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡിലെ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്റർ എടുക്കാനാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരു മാപ്പിലൂടെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ തുടങ്ങാം. അപ്പോൾ നമ്മളൊരു മാപ്പ് ഇവിടെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. ഇന്ത്യൻ ഫിസിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാപ്പ്, ഒരു ഇന്ത്യയുടെ മാപ്പാണ്. അവിടെ മേലെ ആ ഒരു മേലെ ലെയറിൽ തന്നെ നമുക്കൊരു ബ്രൗൺ കളറിൽ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആ ഒരു ഭാഗത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ബാക്കി നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ അവർ ഇങ്ങനെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്, അത് നോക്കാം. അതായത് നമ്മൾ ഈ ഒരു ഇന്ത്യനെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പോഗ്രഫിയുടെ പേരിൽ നമ്മൾ ഈ ഒരു ഇന്ത്യനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ സെക്ഷൻസാണ് നമ്മൾ താഴെ നമുക്ക് പറയുന്നത്. നമുക്ക് പറയുന്ന ആ ഒരു സംഭവങ്ങൾ ലെയറായിട്ട് അവിടെ ഉണ്ട്. അതിൽ തന്നെ പെട്ട ഒരു സംഭവമാണ് നോർത്തേൺ മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം. ആ ഒരു സംഭവം മാത്രമാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക, അതിനുശേഷം നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ടോപ്പോഗ്രഫിയുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഡിവൈഡ് ചെയ്തു. അതേതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഇനി പറയാം. നമ്മൾ പറഞ്ഞു നോർത്തേൺ മൗണ്ടെയ്ൻസ്, അതിൽ ഫസ്റ്റ് ഒന്നാമത്തതാണ് മേലെ ലെയറിലാണ്. ഈ മേലെ ലെയറിലുള്ള സംഭവമാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിക്കുന്നത്. ഇനി നോർത്ത് ഇന്ത്യൻ പ്ലാനിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത്. നോർത്ത് ഇന്ത്യൻ പ്ലാനിംഗ് ആണ്. പിന്നെ നമുക്ക് വരുന്നത് ഡെസേർട്ടാണ്. ഡെസേർട്ട് അറിയില്ലേ, അതായത് മണൽ പ്രദേശങ്ങളാണ്, മരുഭൂമികളാണ്. പ്ലാറ്റ്യൂസ് ഉണ്ട്. പിന്നെ രണ്ട് സൈഡിലായിട്ട് നമുക്കൊരു സംഭവം വരുന്നുണ്ട്. പിന്നെ അറേബ്യൻ സീ വരുന്നുണ്ട്, ലക്ഷദ്വീപ്. അറേബ്യൻ സീ, ലക്ഷദ്വീപൊക്കെ നമ്മൾ ഈ ഒരു സംഭവത്തിൽ പെടും. അതായത് നമ്മൾ ടോപ്പോഗ്രഫിയുടെ പേരിൽ ഇതാക്കിയത്, അത് നമ്മൾ ഈ ഒരു ഇന്ത്യയിലുള്ളത് മാത്രം കൂട്ടിയാൽ മതി. അതൊക്കെ അതായത് സീ ലെവലിലുള്ളതാണ്. നമ്മൾ ഈ ഒരു ഇന്ത്യയിൽ പെടില്ല, സീ ലെവലിലുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നമ്മൾ ടോപ്പോഗ്രഫിയുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമുക്കിവിടെ പഠിക്കാനുള്ളത് നോർത്തേൺ മൗണ്ടെയ്ൻസിനെ പറ്റി മാത്രം പഠിക്കാൻ. നോർത്തേൺ മൗണ്ടെയ്ൻസ്, ആ ഒരു നോർത്തേൺ മൗണ്ടെയ്ൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് ആ ഒരു പാമീർ നോട്ടിൽ നിന്നും ഈ ഒരു സംഭവം തുടങ്ങി. അതായത് ഈ നോർത്തേൺ മൗണ്ടെയ്ൻസ് തുടങ്ങിയിട്ട് എവിടെ പോയിട്ടാണ് അവസാനിക്കുന്നത് എന്നറിയോ? പൂർവച്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നിന്നാണ് അവസാനിക്കുന്നത്. അതായത് ഈ ഒരു പിക്ചറിൻ്റെ തന്നെ ഈ തലയ്ക്കും തുടങ്ങി ആ തലയ്ക്കിലാണ് ആ ഒരു സംഭവം അവസാനിക്കുന്നത്. ആ ഒരു സംഭവം നമ്മളെ ആ ഒരു മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത് ആ ഒരു ഇന്ത്യയുടെ ഒരു മേൽഭാഗത്താണ് എന്നൊക്കെ തന്നെയാണ് ഈ ഒരു ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പുറത്തെ പേജിലും ആ ഒരു സംഭവം തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത്, തന്നെയാണ് ആ ഒരു സൈഡിലും പറയുന്നത്. ഇനി നമുക്ക് പറയാം, ഈ നോർത്തേൺ മൗണ്ടെയ്ൻ എക്സ്റ്റെൻഡ് ഫ്രം റിവേഴ്സ് തമ്മിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമല്ലോ. ഇൻഡു നദി ഉണ്ടല്ലോ, ഇൻഡൂസ് ഇൻ ദ വെസ്റ്റ് ടു ദ റിവർ ബ്രഹ്മപുത്ര. അപ്പോൾ എന്താണ് സംഭവം? ഈ ഇൻഡു നദി എന്ന് പറയുന്നത് എവിടെയാണ്? പാമീർ നോട്ടിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്താണ് ഇവിടെ അടയാളപ്പെടുത്താം. ആ ഒരു സൈഡിലാണ്. അതേമാതിരി ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എവിടെ, ഈ ഒരു പാമീർ കോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എവിടെയാണ് നിർത്തുന്നത് നമ്മൾ പറഞ്ഞേ? പൂർവച്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്താണ് നിർത്തുന്നത്. അപ്പോൾ ബ്രഹ്മപുത്ര എവിടെയാണ് വരുന്നത്? ആ ഒരു സൈഡിലായിട്ടാണ്. അതായത് ഈ തലക്കം തുടങ്ങി ആ തലക്കം തന്നെയാണ് നമ്മളുടെ റിവേഴ്സിൻ്റെ കേസിലും ഇത് അവസാനിക്കുന്നത്. ഇൻ ദിസ് വെസ്റ്റ് ഓഫ് നിയർലി 2400 കിലോമീറ്റർ. അതായത് ഇത് സത്യം പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ഉണ്ട്? ആൻഡ് ഹാസ് എത്ര കിലോമീറ്റർ ഉണ്ട്? 2400 കിലോമീറ്റർ ആണ് ഈ ഒരു സംഭവം ഉള്ളത് എന്ന് പറയുന്നത്. വിഡ്ത്താണ്, അതായത് ഇതിൻ്റെ ഓക്കെ എത്ര കിലോമീറ്റർ ഉണ്ട്, ഇത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറയുന്നത്.
ഇതിൻ്റെ വിഡ്ത്ത് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഭാഗത്ത് ഞാനിവിടെ അടയാളപ്പെടുത്തുന്ന ആ ഒരു ഭാഗത്തെ വിഡ്ത്ത് 150 മറ്റേ സൈഡത്തെ വിഡ്ത്ത് 400 കിലോമീറ്റേഴ്സുമാണ്. ലെങ്ത്തും വിഡ്ത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഈ ഒരു സംഭവം ഈ ഒരു കേസിൽ പറയുന്നത്. ഏതാണ്ട് നമുക്ക് ഈ ഒരു പിക്ചറിനെ പറ്റി എന്ത് ചെയ്തു മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി നമുക്ക് വേറൊരു സെക്ഷനിലോട്ട് കടക്കാം. ഈ ഒരു ഭാഗത്ത് തന്നെയുള്ള ഒരു കുറേ ഇതുണ്ട്. അതിൽ തന്നെ നമ്മൾ ഓരോന്നിനെയും ഓരോ സെക്ഷൻസ് ആയിട്ട് തിരിക്കുന്നു. നോർത്തേൺ മൗണ്ടെയ്ൻസിനെ തന്നെ നമ്മൾ ഒരു 3 പാർട്ടായിട്ട് തിരിക്കുകയാണ് ഇനി അടുത്തതിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഇവിടെ ഞാൻ സർക്കിൾ ചെയ്തിട്ടുള്ള ആ ഒരു പാർട്ട് ഉണ്ടല്ലോ, ഇവിടെ ഞാൻ സർക്കിൾ ചെയ്തിട്ടുള്ള ആ ഒരു പാർട്ടിനെ നമ്മൾ വിളിക്കുന്നതാണ് ട്രാൻസ് ഹിമാലയാസ്. ഇനി നമ്മൾ മനസ്സിലാക്കുക, ദ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻസിനെയാണ് ഇപ്പം നമ്മൾ പറയുന്നത്. ആ ഒരു നോർത്തേൺ മൗണ്ടെയിൻസ് റീജിയൻസ് തന്നെ 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ട്രാൻസ് ഹിമാലയ. ഒന്നാമത്തേൻ്റെ പേരാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ട്രാൻസ് ഹിമാലയ. രണ്ടാമത്തേൻ്റെ പേരാണ് ദ ഹിമാലയ തന്നെ. മൂന്നാമത്തേൻ്റെ പേര് ദ ഈസ്റ്റേൺ ഹിൽസ്. എന്താണ് മൂന്നാമത്തേൻ്റെ പേര്? ദ ഈസ്റ്റേൺ ഹിൽസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളുടെ ഈ ഒരു നോർത്ത് മൗണ്ടെയിൻ റീജിയൻസിനെ തന്നെ 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ട്രാൻസ് ഹിമാലയ, ദ ഈസ്റ്റേൺ ഹിൽസ്, ഇങ്ങനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഭാഗം മാത്രം എടുത്ത് ആ ഭാഗത്തുള്ള ഓരോ ഫീച്ചേഴ്സ്, ഓരോ സൈഡിൻ്റെയും ഫീച്ചേഴ്സ് ഇനി നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പറയുകയാണെങ്കിൽ ട്രാൻസ് ഹിമാലയാസിൽ കാരക്കോരം, ലഡാക്ക്, സസഗർ, അതായത് അവിടെ ഒരു റെഡ് ലൈനിൽ മെറൂൺ കളർ ലൈനിൽ കൊടുത്ത ആ ഒരു ഭാഗമാണ് ട്രാൻസ് ഹിമാലയയിൽ പെടുള്ളൂ. ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. ഈ പിക്ചേഴ്സൊക്കെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പം ഈ ഒരു ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിനെ തന്നെ 3 ആക്കി നമ്മൾ പറഞ്ഞു. അതിലുള്ളതാണ് കാരക്കോരം, ലഡാക്ക്, സസഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 റീജിയൻസ് ആയിട്ട് മാറ്റി എന്നാണ് പറയുന്നത്. പിന്നെ ഹിമാലയാസിനെ തന്നെ 3 ഈ ഹിമാലയാസിനെ ഏതൊക്കെ പേരിലാണ് 3 പാർട്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ ആ ഒരു ഓർഡറിന് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതിൽ ആ ഒരു ഓർഡറിന് പഠിക്കുന്ന ഒരു സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് അതിൽ ആ കൊടുത്ത ഫസ്റ്റ് ഹിമാദ്രി, പിന്നെ ഹിമാചൽ, പിന്നെ ഷിവോൾക്ക് എന്ന ആ ഒരു ഓർഡറിൽ നിങ്ങൾ ഒരുവിധം പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ഹിമാദ്രി, ഹിമാചൽ, ഷിവോൾക്ക്, ഇങ്ങനെ ഈ ഒരു 3 പാർട്ടാക്കിയിട്ടാണ് നമ്മൾ ഹിമാചലിനെ മാറ്റിയിട്ടുള്ളത്. ഇനി നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ട്രാൻസ് ഹിമാലയാസിനെ പറ്റിയാണ്. ട്രാൻസ് ഹിമാലയാസ് എങ്ങനെയാണ്, അതായത് ആ ഒരു ട്രാൻസ് ഹിമാലയാസിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ട്രാൻസ് ഹിമാലയാസ് ഈസ് ഓൾസോ നോൺ ആസ് ടിബറ്റൻ ഹിമാലയ. ഒന്നുകൂടെ പറയാം, ഈ ട്രാൻസ് ഹിമാലയാസിനെ തന്നെ വേറൊരു പേരിലും കൂടെ അറിയപ്പെടും. ആ പേരാണ് ടിബറ്റൻ ഹിമാലയ. ഇനി നമ്മൾ പറയാം, അതായത് ഈ ഒരു ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് 3000 മീറ്റേഴ്സാണ്. എന്താണ് ഈ ഒരു ട്രാൻസ് ഹിമാലയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹിമാലയയുടെ ഉയരം എന്ന് പറയുന്നത്, ആവറേജ് ഉയരമാണ് പറയുന്നത് 3000 ആണ്. ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു ഹിമാലയയുടെ ഈ ഒരു ഉയരം ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ കൺഫ്യൂഷനായി. അങ്ങനെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു. അവസാനം എനിക്ക് കിട്ടിയ റിസൾട്ട് നമ്മളെ ബുക്കിലുള്ളതല്ല, ഒറിജിനലായിട്ടും ബുക്കിലുള്ളതല്ല. അതായത്
3000 മീറ്റേഴ്സ് അല്ല, 6000 മീറ്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. അതിനി ആവറേജ് ആണോ 3000, അപ്പോൾ കൂടിയാൽ ഏതാണ്ട് ഒരു 6000 ഒക്കെ ആവാനാണ് സാധ്യത. എന്തായാലും നമ്മളെ ബുക്കിലുള്ളത് തന്നെ പഠിക്കുക. ഇനി നിങ്ങളുടെ ടീച്ചേഴ്സ് അതല്ല മറ്റേതാണ് 6000 ആണ് എന്ന് അതൊന്ന് വെട്ടി എഴുതുക, അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് 6000 ആണ് കിട്ടിയത്. ബട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 3000 മീറ്റേഴ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെ എഴുതുക, എക്സാമിന് പിന്നെ പെടും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ പറയുന്നത്, അതായത് നമ്മളുടെ ഒരു ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എത്രയാണ് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറയുന്നത്, 3000 മീറ്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് ഉയരം മാത്രം കിട്ടിയാൽ പോലും. വിഡ്ത്ത് എത്രയാണെന്നറിയോ? 14 കിലോമീറ്റേഴ്സാണ്. 14 കിലോമീറ്റേഴ്സും ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ട്രാൻസ് ഹിമാലയസിൻ്റെ വിഡ്ത്തും ലെങ്ത്തും ആണ് പറയുന്നത്. ഇത് എത്രത്തോളം ഉണ്ട്, ആവറേജ് അതിൻ്റെ ആ ഒരു ഉയരമാണ് നമ്മളിപ്പോൾ പറഞ്ഞ 3000 മീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 14 കിലോമീറ്റേഴ്സും ആൻഡ് ദ ലെങ്ത് എന്ന് പറയുന്നത് 965 കിലോമീറ്റേഴ്സും ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ആ ഒരു ഹിമാലയെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ആ ഒരു ഹിമാലയയിലാണ് നമ്മളുടെ സ്റ്റാർട്ട് ചെയ്യുന്ന പാമീർ നോട്ട് വരുന്നത്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് ഹിമാലയാസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ട്രാൻസ് ഹിമാലയാസിനെ. രണ്ടാമതായിട്ട് വരുന്ന സെക്ഷൻ ഏതാണ്? ഹിമാലയാസ് ആണ്. ഇനി നമുക്ക് ഹിമാലയാസിനെ പറ്റി പറയാം. ഈ ഒരു ഹിമാലയാസിനെ ഹിമാദ്രി, ഹിമാചൽ, ഷിവാൾക്ക് എന്നീ 3 പാർട്ടാക്കി തിരിച്ചല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഓരോ പാർട്ടിനെ പറ്റിയും പഠിക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ ഒരു ഓർഡറിന് പഠിച്ചു പോയിക്കോളിന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താണ് ഹിമാദ്രി, എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് എന്താണ്? ഹിമാദ്രി, ഹിമാചൽ, ഷിവാൾക്ക്. നമുക്ക് ആദ്യം അടിയിലുള്ള ആളെ പഠിക്കാം. ഈ ഒരു ഓർഡറിന് പഠിച്ചാൽ ഇത് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. നമുക്ക് ആദ്യം ആരെ പറ്റി പഠിക്കാം? അടിയിലുള്ള ആളെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും അടിയിലുള്ള ആളാരാണ്? ഷിവാൾക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ഷിവാൾക്കിനെ പറ്റി പഠിക്കാം. നമ്മളുടെ ഈ ഒരു ഹിമാലയാസിൻ്റെ ഏറ്റവും ഒരു ഔട്ടർ ലെയറിൽ നിൽക്കുന്ന ആളാണ്, അതായത് ഏറ്റവും അടിഭാഗത്ത് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ, അതായത് ഔട്ടറിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇയാളുടെ പേര് ഔട്ടർ ഹിമാലയ എന്നാണ്. ഹിമാലയാസ് എന്നും ഇതിനെ വിളിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പേര് വിളിക്കാം എന്നാണ് ഈ ഒരു സംഭവത്തിൽ പറയുന്നത്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഏവറേജ് വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണെന്ന് വെച്ചാൽ 16 to 115 കിലോമീറ്റേഴ്സ് ആണ്. ആ ഒരു ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഇതന്നെ പഠിക്കാനുള്ളൂ. എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ഇത് പറയാ സൗത്തേൺ മോസ്റ്റ് ഓഫ് ദ ഹിമാലയാസ് റീജിയൻസിലുള്ളതാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെതെന്ന് പറയുന്നത് ഔട്ടർ ലെയറിലായതുകൊണ്ട് ഇതിന് ഔട്ടർ ഹിമാലയാസ് എന്നും കൂടി പേര് പറയാറുണ്ട്. ഇതിൻ്റെ ആവറേജ് വിഡ്ത്ത് എന്ന് പറയുന്നത് 16 to 115 കിലോമീറ്റേഴ്സ് ആണ്. ഇത്രയാണ് നമ്മുടെ ഒരു ഔട്ടർ ഹിമാലയാസിനെ പറ്റി പഠിക്കാനുള്ളതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ആരെ പഠിക്കാം? അതായത് ആ ഒരു ഔട്ടർ ഹിമാലയാസിൻ്റെ അതിൻ്റെ തൊട്ടു മേലെയുള്ള ആളെ പറ്റി പഠിക്കാം. ആരാണ്? ഹിമാചലാണ്. ഇനി നമുക്ക് ആരെ പറ്റി പഠിക്കാം? ഹിമാചലിനെ പറ്റി പഠിക്കാം. ഇനി ഹിമാചലിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? 3500 to 4500 ആണ്. അതായത് മീറ്റേഴ്സ് ആണ്, കിലോമീറ്റേഴ്സ് ഒന്നുമല്ല, മീറ്റേഴ്സ് ആണ്. above the means of sea levels. this അതായത് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു സ്ഥലം സിറ്റുവേറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മളുടെ ആ ഒരു നമ്മൾ പറഞ്ഞു ഔട്ടർ ഹിമാലയ ഇതിന് മുന്നേ നമ്മൾ പഠിച്ചു.
ആ ഒരു ഹിമാലയയുടെ മുകളിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് ഇട്ടിക്കണേന്ന് അറിയോ? എന്താണ് ഇതിന് പേരിട്ടിക്കണേന്ന് അറിയോ? ലെസ്സർ ഹിമാലയ എന്നാണ്. ലെസ്സർ ഹിമാലയ എന്നാണ്. അതിന് കാരണം എന്തായിരിക്കും? ഈ ഒരു ഹിമാലയയുടെ മേലെ വേറൊരാളും കൂടെ എന്ത് ചെയ്യും, വരുന്നുണ്ടാവും. അതുകൊണ്ടാണ് അത് ലെസ്സർ ഹിമാലയ ആയി മാറിയത്. അപ്പം എന്ത് പറയാം, ഇത് സാൻഡ്വിച്ചിൻ്റെ ഇടയിൽ കുടുങ്ങിയ ചീസിൻ്റെ പോലെ രണ്ടിൻ്റെയും ഇടയിലാണ് ഇയാൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലെസ്സർ ഹിമാലയ എന്ന് പേര് വരാനുള്ള കാരണം. ഇനി ഇതിൻ്റെ വിഡ്ത്ത് നോക്കാം. 16 to 18 വരെയാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഓക്കെ, ലെസ്സർ ഹിമാലയ. അപ്പോൾ ഇത് മനസ്സിലായോ? ലെസ്സർ ഹിമാലയ മനസ്സിലായോ? നമ്മൾ ലെസ്സർ ഹിമാലയയുടെ പേരെന്തായിരുന്നു? ലെസ്സർ ഹിമാലയയുടെ പഴയ പേരെന്തായിരുന്നു? ഇത് പുതിയ പേരാണ്. പഴയ പേരെന്തായിരുന്നു? ഹിമാചൽ. ഓക്കെ, ഹിമാചലിനെയാണ് നമ്മൾ ലെസ്സർ ഹിമാലയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 16 to 18 ആണ്. ഓക്കെ, ഇപ്പം ഹിമാദ്രിയെ പറ്റി പഠിക്കാം. നമ്മൾ ഹിമാദ്രിയുടെ പേര് മിക്കവാറും ഇന്നർ ഹിമാലയ എന്നാവാനാണ് സാധ്യത. അതായത് എല്ലാവർക്കും ഓരോ പേര് കിട്ടിയല്ലോ, അതേപോലെ ഇതിനും ഉണ്ടാവും ഒരു പേര്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും താഴ്ഭാഗത്തുള്ള ആളുടെ പേര് ഔട്ടർ ആയിരുന്നു, ഔട്ടർ ഹിമാലയ ആയിരുന്നു. പിന്നെ നമ്മുടെ സെൻറ്ററിൽ വരുന്ന ആളുടെ പേരെന്തായിരുന്നു? ലെസ്സർ ഹിമാലയ ആയിരുന്നു. അപ്പോൾ മേലെ നിൽക്കുന്ന ആൾ ഞാൻ പറഞ്ഞത് തന്നെ ആവും, ഇന്നർ ഹിമാലയ ആവും. അപ്പോൾ ഞാൻ ഏതാണ്ട് പറഞ്ഞു തന്നത് എന്താ വെച്ചാൽ അങ്ങനെ ആവാനാണ് എൻ്റെ ഒരു നിഗമനമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹിമാദ്രി ആണല്ലോ. ദ ഹിമാദ്രി വിച്ച് വാസ് ഓൾസോ നോൺ ആസ് ഗ്രേറ്റർ ഹിമാലയ. എൻ്റെ തെറ്റിപ്പോയി ഗൈസ്. ഗ്രേറ്റർ ഹിമാലയ ആണ് ഓർ ഇന്നർ ഹിമാലയ. അപ്പോൾ ഗ്രേറ്റർ ഹിമാലയ എന്ന് പറയും, ഇന്നർ ഹിമാലയ എന്ന് പറയും, ഹിമാദ്രി എന്ന് പറയും. അപ്പോൾ ആൾക്ക് 3 പേരുണ്ട് കേട്ടോ. മുന്നിലുള്ള ആളല്ലേ, ഫസ്റ്റ് വാങ്ങിച്ച ആളാവും. അപ്പോൾ ഫസ്റ്റ് ഉള്ളവർക്ക് അല്ലെങ്കിലും കുറച്ച് ഇത് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് 3 പേരുണ്ട്. 3 പേരിലും ആൾ അറിയപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഉയരം എന്ന് പറയുന്നത് 6100 meters ആണ്, above the sea level. ഇനി അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 25 kilometers ആണ്. ഓക്കെ, അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 25 kilometers ആണ്. ഓരോ സംഭവത്തിനെ പറ്റി നമുക്ക് കുറച്ച് തന്നെ പഠിക്കാനുള്ളൂ. ചെറിയ ചെറിയ പോർഷൻസ് ആക്കി ചെറുതായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ളൂ. നമ്മളുടെ ഒരു പോർഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു പോർഷനാണ്, നല്ല ഈസി. ഈ ഒരു സെക്ഷനിൽ നല്ല എളുപ്പമുള്ളൊരു പോർഷനാണ്. എങ്ങനെയാണ് ഹിമാലയാസ് ഉണ്ടായത്? നമ്മൾ ഇത്രയും പഠിച്ചു. നമ്മളൊരു സെക്ഷൻ എടുത്തു. ആ ഒരു സെക്ഷനെ തന്നെ നമ്മൾ 3 പാർട്ടാക്കി. എന്നിട്ട് അതിൻ്റെ പേര് കൊടുത്തു. എന്നിട്ട് അതിനെ തന്നെ 3 പാർട്ടാക്കി. എന്നിട്ട് നമ്മളതിനെ വിശദീകരിച്ചു. എന്നിട്ടും നമ്മൾ പഠിച്ചില്ല എങ്ങനെയാണ് ഹിമാലയാസ് ഉണ്ടാവണമെന്ന്. അപ്പം നമ്മൾ ഈ ഒരു സംഭവത്തിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഹിമാലയ ഉണ്ടാവണതെന്നാണ്. ഇത് വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ്. ജസ്റ്റ് നമ്മുടെ മൈൻഡിലൊന്ന് കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് നമ്മളൊരു എക്സാമിൻ്റെ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞു തരുകയും ചെയ്യാം. ഞാനിവിടെ നിങ്ങൾക്ക് ഞാൻ ഇത് കാണിച്ചു തരുകയും ചെയ്യാം. ഫസ്റ്റ് നമ്മളൊരു വര വരച്ചു. ആ ഒരു വര നിങ്ങൾ വിചാരിക്കുക ഇതൊരു എർത്തിൻ്റെ, നമ്മുടെ ഒരു ഭൂമിയുടെ ഒരു സെൻറ്ററാണ്, ഇക്വേറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ ഒരു സൈഡിൽ ഞാൻ ഇങ്ങനെ ഒരു സാധനം വരച്ചു, ഒരു പ്ലേറ്റ് വരച്ചു. ഓക്കെ, ഇത് ഇന്ത്യൻ പ്ലേറ്റ് ആണ്. ഏത് പ്ലേറ്റ് ആണ്? ഇന്ത്യൻ. ഓക്കെ, ഒരു ഇന്ത്യൻ പ്ലേറ്റ് ആണ്. ഈ സൈഡിൽ ഇവിടെ ഞാനൊരു പ്ലേറ്റ് വരച്ചു. അപ്പോൾ ഇതെന്ത് പ്ലേറ്റാണ്? ഒരു യുറേഷ്യയുടെ പ്ലേറ്റ് ആണ്. അപ്പോൾ ഈ 2 പ്ലേറ്റ് എത്ര? 116 to 117 മില്യൺ ഇയേഴ്സ് ആയിട്ടിങ്ങനെ
ഇങ്ങനെ ഇവരിങ്ങനെ എന്താണ് തമ്മിൽ ഇങ്ങനെ അത്രയും കാലം കൊണ്ട് ഇവരിങ്ങനെ, അതായത് അത്രയും കുറച്ചേച്ചാണ് ഇത് മൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടും കൂടെ ഇങ്ങനെ വന്നിട്ടായി. ആ മിക്സ് ആയതാണ് നമ്മൾ ഹിമാലയ എന്ന് പറഞ്ഞ ഹിമാലയ പൊന്തി വന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്ലേറ്റിൻ്റെ പിക്ചർ കാണിക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഒരു ഇന്ത്യൻ പ്ലേറ്റ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്, യൂറേഷ്യൻ പ്ലേറ്റ് ഉണ്ട്. ഈ രണ്ട് പ്ലേറ്റും കൂടെ ഇങ്ങനെ വന്നു, എന്നിട്ട് അതങ്ങോട്ട് മിക്സായിട്ട് അതൊരു ഹിമാലയ ആയിട്ട് മാറി. അങ്ങനെയാണ് ഒരു ഹിമാലയ ഉണ്ടായത്. അപ്പോൾ നമ്മളോട് എക്സാമിന് ചോദിക്കും എങ്ങനെയാണ് ഒരു ഹിമാലയ ഉണ്ടായത് എന്ന്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ അവിടെ കൊടുക്കാം. ഇന്ത്യൻ പ്ലേറ്റ് നമുക്ക് കാണാം, അതിൻ്റെ അപ്പുറത്ത് തന്നെ ആയിട്ട് യൂറേഷ്യൻ പ്ലേറ്റും കാണാം. ഓക്കെ, ആ രണ്ട് പ്ലേറ്റും കൂടി ഒരു ആരോ കണ്ടില്ലേ, ഇങ്ങനെയാണ് വരുന്നത്. ഒരു ആരോ കാണാം, ഇങ്ങനെയാണ് ആരോ വരുന്നത്. അതിൻ്റെ ആ ഒരു രണ്ടിൻ്റെയും കൂടെ സെൻറ്ററിലായിട്ട് കുറച്ച് വാട്ടർ ടൈപ്പ് ഒരു ബ്ലൂ ഷെയ്ഡ് കണ്ടോ? എന്തിനാണെന്നറിയോ? ആ ഒരു ബ്ലൂ ഷെയ്ഡ് ഒരു റിവറാണ്, ടെത്തിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവറാണ്. നല്ല സൺലൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടെത്തിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവറാണ് ആ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ ആ ഒരു റിവർ ഇന്ത്യൻ പ്ലേറ്റിൻ്റെയും പിന്നെ യൂറേഷ്യൻ പ്ലേറ്റിൻ്റെയും ഇടയിലുണ്ട് കേട്ടോ, ടെത്തിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവർ. അപ്പോൾ ഇതെന്താണ് സംഭവം ഉണ്ടാകുന്നത്? രണ്ടും കൂടെ ഇങ്ങനെ ആവണം, ഇങ്ങനെ ആയി. അപ്പോൾ എന്താണ് അവിടെ ആരാണ് അവിടെ പൊന്തി വന്നത്? ആരാണ് അവിടെ ഉണ്ടായത്? ഹിമാലയ ഉണ്ടായി. അങ്ങനെ ഇത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് കുറേ ദിവസം കൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. ഒരു ഹിമാലയൻ്റെ ഉണ്ടാവാൻ എത്ര ദിവസം വേണമെന്നറിയോ? അപ്പോൾ അത്രയും ദിവസം പിടിച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഭൂമി മുഴുവനും ഹിമാലയ കൊണ്ട് നിറയില്ല, അത് നമുക്ക് ഉറപ്പാണ്. ഇനി നമ്മൾ പറയുന്നത് 3 ടൈപ്പിൽ ഹിമാലയാസ് ഉണ്ടാവും. എങ്ങനെയൊക്കെ ഉണ്ടാവും? 3 ടൈപ്പിൽ ഹിമാലയാസ് ഉണ്ടാവും. അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. അതായത് ഇന്നത്തെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞു. നമ്മൾ ഏതാണ്ടൊരു 3 പേജോളം എടുത്തു ഇന്ന്. 3-4 പേജോ 3 പേജോ അങ്ങനെ എന്തോ എടുത്തു. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇനി നമ്മൾ പറഞ്ഞു ഇതെന്ത് ചെയ്തു, ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും കൂടെ ഇങ്ങനെ വന്നിട്ടാണ് നമ്മളുടെ ഈ ഒരു ഹിമാലയ ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഹിമാലയ ഉണ്ടാവുന്നത് ഇവിടെ ഒരു രീതിക്കാണ്. അങ്ങനെ 3 രീതികളിലായിട്ട് ഹിമാലയ ഉണ്ടാവാറുണ്ട് എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെ രീതിക്കാണെന്നറിയോ? കൺവേർട്ട് ബോർഡറി ഉണ്ട്, ഡൈവേർട്ട് ബോർഡറി ഉണ്ട്, പിന്നെ ട്രാൻസ്ഫോം ബോർഡറി ഉണ്ട്. ഇവിടെ നടന്നത് ഏതാണെന്നറിയോ? ആദ്യം നമുക്ക് ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് പഠിക്കാം. അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പഠിക്കാം. പിക്ചേഴ്സ് ഞാൻ കൊടുക്കാം, ഓരോന്ന് പറയുന്നതിനനുസരിച്ച്. നമുക്ക് കൺവേർട്ട് ആദ്യം നോക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു, നിങ്ങളെ ഫ്രണ്ടിനെ കാണുകയാണ്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുകയാണ്. 8th സ്റ്റാൻഡേർഡിലെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ നിങ്ങൾ കാണുകയാണ്. അവൻ ആ ഒരു ബ്ലോക്കിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളെന്താ കണ്ട പഠനം 2 പേരും വരില്ലേ, 2 പേരും ഓടി വരില്ലേ? അതാണ് കൺവേർട്ടിൽ സംഭവിക്കുന്നത്. 2 പേരും കൂടെ വരികയാണ്, 2 ഫ്രണ്ട്സും കൂടെ എന്ത് ചെയ്യണം, വരികയാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു 9th അവസാനിച്ചു, അല്ലെങ്കിൽ നമുക്ക് 8th തന്നെ എടുക്കാം. 8th അവസാനിച്ചു. ഓക്കെ, കൺവേർട്ടിൻ്റെ പിക്ചർ ഞാൻ അവിടെ കൊടുക്കാം, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് 8th അവസാനിച്ചു. അപ്പോൾ ഇത് കൺവേർട്ട് ആണ് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ 8th അവസാനിച്ചു. അവസാന ദിവസമാണ്, എക്സാമിൻ്റെ ലാസ്റ്റാണ്. അപ്പോൾ എക്സാമിൻ്റെ ദിവസം ഇനി കാണില്ല. നമ്മൾ നല്ല സങ്കടത്തോടെ 2 ഫ്രണ്ട്സും കൂടെ പിരിയാണ്. അപ്പോൾ പിരിയുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ 2 പേരും ഒപ്പത്തിൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്തായാലും അവിടെ ഒരു ഹിമാലയ പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലാക്കുക, ഇതൊക്കെ ഓരോ ഹിമാലയ വരുന്നതിൻ്റെ ആ ഒരു രീതിയാണ് കേട്ടോ.
മനസ്സിലായോ? നമ്മൾ ഈ ഹിമാലയ വരുന്നതിൻ്റെ ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതേതാണ്? ഡൈവേർട്ടാണ്, ഡൈവേർട്ട് ബോർഡറി ആണ്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കൺവേർട്ട് എങ്ങനെയായിരുന്നു? രണ്ട് ഫ്രണ്ട്സ് കൂടി കണ്ടുമുട്ടിയ സന്തോഷത്തിൽ അവർ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോൾ നമ്മൾ ഡൈവേർട്ടോ നല്ല കരഞ്ഞിട്ടൊക്കെ നമ്മൾ സ്കൂൾ വിട്ട് ലാസ്റ്റ് എക്സാമിൻ്റെ അന്ന് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ 2 മാസം കഴിഞ്ഞിട്ട് കാണുകയുള്ളൂ. ആ സങ്കടത്തിൽ രണ്ടുപേരും 2 ഭാഗത്തേക്കായിട്ട് പിരിഞ്ഞു പോവാണ്. ഇനി നമുക്ക് ട്രാൻസ്ഫോം ബോർഡർ നോക്കാം. ഇതെങ്ങനെയെന്ന് അറിയാം? രണ്ടാളും മുട്ടി ഒരുമി തിരിഞ്ഞങ്ങോട്ട് പോവാണ്. രണ്ടാളും മുട്ടി ഒരുമി തിരിഞ്ഞ് പോവാണ്. മനസ്സിലായോ? അത് രണ്ടുപേരും നല്ല ടച്ച് ഉണ്ട്. പക്ഷെ നമ്മൾ മുന്നിൽ കണ്ട ഡൈവേർട്ടിൻ്റെയും കൺവേർട്ടിൻ്റെയും പിക്ചേഴ്സ് അങ്ങനെയല്ല. കുറച്ച് എന്തോ ഒരു രണ്ടുപേരും തമ്മിലൊരു ചെറിയ വിടവുണ്ട്. ബട്ട് ഇതങ്ങനെയല്ല. എന്നാൽ ഒരാൾ ഈ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഒരാൾ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ ഒരാൾ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ഈ ഒരു പൊസിഷനിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോഴും അവിടെ ഒരു ഹിമാലയ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ മുട്ടി ഒരുമിയിട്ടാണ് പോകണം. ഇങ്ങനെയാണ് പോകുന്നത്, കണ്ടോ? ഇങ്ങനെ പോകുമ്പോഴും അവിടെ ഒരു ഹിമാലയ പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഈ 3 ടൈപ്പിലും ഹിമാലയ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. ഇത് പാർട്ട് 1 ആണ്. ഇനി നമ്മൾ നാളെ ആയിട്ട് തന്നെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യും. അപ്പോൾ പാർട്ട് 2 ഈ പാർട്ട് 1 കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്ന പാർട്ട് 2 എന്തായാലും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.